സംസ്ഥാന വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനുവരി 24 നടക്കുന്ന ഈ പണിമുടക്ക് തൊഴിലാളികൾ ഒന്നടക്കം കേരള ഇലക്ട്രിക്കൽ കോർപ്പറേഷൻ നേതൃത്വം ഈ പണിമുടക്കിലേക്ക് നമ്മൾ എല്ലാവരും സ്വാഗതം ചെയ്തു. അതിലുപരിയായിട്ട് കേരളത്തിലെ കോൺഗ്രസ് സംഘടനകളെല്ലാം ഇവിടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ ഇലക്ഷൻ പോലെ തൊഴിലാളികൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന ഈ പണിമുടക്ക് വിജയമാക്കി തീർക്കുവാൻ ഇവിടെ എത്തിച്ചെടുത്ത എല്ലാ തൊഴിലാളികളെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് വിഷയങ്ങളുള്ള കാര്യങ്ങളും പ്രതിപാദിക്കുവാൻ ശ്രീ സംഘടനയുടെ സമരാജ്യ പ്രസിഡന്റ് ശ്രീ ആര്യ അർക്കപ്പടിയുള്ള തൊഴിലാളി സുഹൃത്തുക്കൾ, കഴിഞ്ഞ 8 വർഷക്കാലമായി തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇലക്ട്രിസിറ്റി ബോർഡിൽ തൊഴിലാളികൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന ഏക സംഘടനയായി മാറിയിട്ടുള്ള കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTUC ഇന്ന് കോൺഗ്രസ് അനുകൂല UDF അനുകൂല സംഘടനകൾ സംസ്ഥാന വ്യാപകമായി പണിമുടക്കുമ്പോൾ അതിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടും INTUCയോടും കൂറ് പുലർത്തിക്കൊണ്ട് അതോടൊപ്പം തന്നെ ഈ സ്ഥാപനത്തിലെ തൊഴിലാളികളുടെ കൂറ് ഉച്ചേശ്വരം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്ന് സംസ്ഥാന വ്യാപകമായി ഈ സ്ഥാപനത്തിൽ നമ്മുടെ സംഘടന പണിമുടക്കുന്നത്. നമ്മൾക്ക് സ്വന്തം പല്ലുകുത്തി മണപ്പിക്കാനുള്ള താല്പര്യമില്ല. തൊഴിലാളികളുടെ അവകാശങ്ങൾ രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ഏത് സ്ഥാപനത്തിലും, അത് ഏത് പാർട്ടി ഭരിച്ചാലും ഏത് മുന്നണി ഭരിച്ചാലും തൊഴിലാളികളുടെ അവകാശങ്ങളാണ് നമ്മൾ ആന്തരികമായി മുന്നിലുള്ളതെന്ന് നമുക്ക് വ്യക്തമായി അറിയാം. കാരണം ഇവിടെ UDF നേരത്തെ സിക്കുടി സാർ സംസാരിച്ചതുപോലെ ശ്രീ AK ആന്റണി മുഖ്യമന്ത്രിയായിട്ടിരുന്നപ്പോൾ ഇവിടുത്തെ ഇടതുപക്ഷ സംഘടനയോടൊപ്പം ചേർന്നുകൊണ്ട് DAക്ക് വേണ്ടി സമരം ചെയ്ത പ്രസ്ഥാനമാണ് കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTUC. അതുപോലെ നമുക്കറിയാം 1967 കാലഘട്ടത്തിൽ ബഹുമാനായ നമ്മുടെ MLA ശ്രീ ചാണ്ടി ഉമ്മാവറുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ഭാർഗവമായി സ്വാഗതം ചെയ്യുന്നു. ഈ പുറത്തു നിൽക്കുന്ന പ്രവർത്തകരെല്ലാവരും തന്നെ വഴിതടസ്സമുണ്ടാക്കാതെ ഈ വേദി കസേര ഉയർന്ന കസേരകളിലേക്ക് കയറിയിരിക്കണമെന്ന് വളരെ നിജമായി അഭ്യർത്ഥിക്കുന്നു. ബഹുമാനായ ചാണ്ടി ഉമ്മൻ MLA എത്തിയിട്ടുണ്ട്. അദ്ദേഹം വളരെ താമസിയാതെ നിങ്ങൾ അഭിഷേകത്തിന് സംസാരിക്കും. ഞാൻ പറഞ്ഞു വന്നത്, എക്കാലത്തും തൊഴിലാളികളുടെ താല്പര്യങ്ങൾ മാത്രം ഉയർത്തിപ്പിടിച്ചുള്ള സംഘടന എന്നുള്ള അവകാശം നമ്മൾക്ക് മാത്രമേ ഉള്ളൂ. കാരണം 1967 കാലഘട്ടത്തിൽ ശ്രീ K കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ, ശ്രീ R ബാലകൃഷ്ണപിള്ള വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ ഈ സ്ഥാപനത്തിൽ നിയമനമില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ട് ഇവിടെ ഇടതുപക്ഷ സംഘടനകൾ സമരം പ്രഖ്യാപിച്ചപ്പോൾ അതോടൊപ്പം ചേർന്നുകൊണ്ട് മോഹൻമക്കൾ കൂട്ടിച്ചേർത്ത് കെട്ടിക്കൊണ്ട് സമരം ചെയ്ത പാരമ്പര്യമാണ് INTUCക്കുള്ളത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ സ്ഥാപനത്തിലെ INTUC സംഘടന ഒരു കാലത്തും തൊഴിലാളികളെ കൈവിടില്ല എന്ന് മുൻകാലങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. നമുക്കറിയാം, ഈ സ്ഥാപനത്തിൽ തൊഴിലാളികൾക്ക് അനുകൂലമായി ശമ്പള പരിഷ്കരണ കരാറുകൾ ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിൽ അത് UDFന്റെ കാലത്ത് മാത്രമാണ്. ശ്രീ G കാർത്തികേയൻ വൈദ്യുതി മന്ത്രി ആയിരുന്നപ്പോഴാണ് ഈ സ്ഥാപനത്തിലെ ഏറ്റവും തിളക്കമാർന്ന ശമ്പളം
നമ്മുടെ സംഘടനയെ ചുക്കാൻ പിടിക്കാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ നമുക്ക് ഏറെ അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും. എക്കാലത്തും തൊഴിലാളികൾക്കൊപ്പം ചേർന്നതിനു വേണ്ടി പ്രവർത്തിച്ചുള്ള ഈ സ്ഥാപനത്തിലെ ഏക സംഘടന കേരള എലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫറൻസ് ഐഎംഎസ് മാത്രമാണ്. ഞാൻ ബഹുമാനപ്പെട്ട ശ്രീ ചാണ്ടിയമ്മൻ MLA എത്തിയതുകൊണ്ട് ദീർഘിപ്പിക്കുന്ന പിന്നീട് വീണ്ടും വേണമെങ്കിൽ സംസാരിക്കാം. അദ്ദേഹത്തിന് അവസരത്തിന് വേണ്ടി ഞാൻ കൈമാറുകയാണ്.